Hello my dear students, welcome to Learner's World. In this video, I talk about Module 4 Speaking Skills Part 9 Academic Frame 2 Presentation Skills Introducing or adding or contrasting or concluding. Introducing or adding or contrasting or concluding. അതായത് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രസൻറ്റേഷൻ സ്കില്ലിൽ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രസൻറ്റേഷൻ സ്കിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെ അതിലേക്ക് നമുക്കൊരു ന്യൂ തിങ്സ് ആഡ് ചെയ്യാം, അതുപോലെ എങ്ങനെ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം, അതെങ്ങനെ ബിഗിനിങ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. Presenting information clearly and effectively is an important skill. അതായത് ഇൻഫോർമേഷൻസ് ക്ലിയറായിട്ടും എഫക്റ്റീവായിട്ടും പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ഒരു വലിയൊരു കഴിവ് തന്നെയാണ്. പ്രസൻറ്റേഷൻ സ്കിൽസ് ആർ റിക്യൂർഡ് ഇൻ ഓൾമോസ്റ്റ് എവരി ഫീൽഡ് ടുഡേ. ഇന്നത്തെ കാലത്ത് പ്രസൻറ്റേഷൻ നമുക്ക് എല്ലാ ഫീൽഡിലും അത്യാവശ്യമാണ്. ബീയിങ് ക്ലിയർ എബൌട്ട് ഒബ്ജക്റ്റീവ്സ് ഈസ് ദ പ്രൈമറി തിങ് ഇൻ ആൻ എഫക്റ്റീവ് പ്രസൻറ്റേഷൻ. അതായത് ഒരു എഫക്റ്റീവ് പ്രസൻറ്റേഷൻ്റെ പ്രൈമറി തിങ് എന്ന് പറയുന്നത് ബീയിങ് ക്ലിയർ എബൌട്ട് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കുക, ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആവുക എന്നുള്ളതാണ് ഒരു പ്രസൻറ്റേഷൻ്റെ പ്രൈമറി തിങ് എന്ന് പറയുന്നത്. The main function of any academic presentation is not to entertain but to give information, so it has to be well planned. അതായത് ഒരു അക്കാദമിക് പ്രസൻറ്റേഷൻ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഒരു അക്കാദമിക് പ്രസൻറ്റേഷൻ ഉള്ളത്. അല്ലാതെ എൻ്റർടൈൻ ചെയ്യാനല്ല അക്കാദമിക് പ്രസൻറ്റേഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അക്കാദമിക് പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. പ്രസൻറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ The table below gives a full range of phrases used in different stages of presenting a topic in formal or academic context. Understand how and when they are used. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഫ്രേസസ് ഉണ്ട്. അതായത് ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് ആണ് ഫോർമൽ ഓർ അക്കാദമിക് കോണ്ടെക്സ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് പറയാൻ യൂസ് ചെയ്യുന്ന ഫ്രേസസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ റീഡ് ചെയ്യുക, എന്നിട്ട് അത് ലേൺ ചെയ്യാനുള്ളതാണ്. നിങ്ങളത് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ സ്കിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അതായത് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിലെങ്ങനെയാണ് ഒരു ന്യൂ ടോപ്പിക്ക് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ ഒരു ടോപ്പിക്ക് എങ്ങനെയാണ് ബിഗിൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, ബിഗിനിങ് ദ ടോപ്പിക്. ഒരു ടോപ്പിക്ക് എങ്ങനെ ബിഗിൻ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു ബിഗിൻ ബൈ ഗിവിങ് ദ ഓവറോൾ സ്ട്രക്ചർ ഓഫ് ദ ടോക്ക്. നമുക്കൊരു ടോപ്പിക്ക് ഇങ്ങനെ ബിഗിൻ ചെയ്യാം. ഐ വുഡ് ലൈക്ക് ടു ബിഗിൻ ബൈ ഗിവിങ് ദ ഓവറോൾ സ്ട്രക്ചർ ഓഫ് ദ ടോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബിഗിൻ ചെയ്യാം. അതുപോലെ ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ ഫ്യൂ റിമാർക്സ് കൺസേണിങ് ദ നീഡ് ടു സ്റ്റാർട്ട് എ ലാംഗ്വേജ് ക്ലബ്. അങ്ങനെയും നമുക്കൊരു ടോപ്പിക്ക് ബിഗിൻ ചെയ്യാം, ഒരു ന്യൂ ടോപ്പിക്ക് ബിഗിൻ ചെയ്യാം. അതായത് ഐ വുഡ് ലൈക്ക് ടു ബിഗിൻ ബൈ ഗിവിങ് ദ ഓവറോൾ സ്ട്രക്ചർ ഓഫ് ദ ടോക്ക്. അതായത് ഞാൻ ഇവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ പറഞ്ഞിട്ട് നമുക്കത് ബിഗിൻ ചെയ്യാം. അതുപോലെ നമുക്ക് ഐ വുഡ് ലൈക്ക് ടു മേക്ക് എ ഫ്യൂ റിമാർക്സ് കൺസേണിങ് ദ നീഡ് ടു സ്റ്റാർട്ട് എ ലാംഗ്വേജ് ക്ലബ്ബ്. അതായത് ഒരു ലാംഗ്വേജ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് കുറച്ച് പ്രസ്താവനകളൊക്കെ പറഞ്ഞിട്ട് നമുക്കത് ബിഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഐ ബിലീവ് ഈസ് നെഗ്ലക്റ്റിംഗ് ദ റൂൾസ് ലെയ്ഡ് ബൈ ദ ട്രസ്റ്റ്. അങ്ങനെയൊക്കെ നമുക്ക് ഒരു ടോപ്പിക്ക് ബിഗിൻ ചെയ്യാൻ കഴിയും. ദെൻ ഓർഡറിങ്. എങ്ങനെ നമുക്ക് ടോപ്പിക്ക് ഓർഡർ ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് ബിയർ ഇൻ മൈൻഡ് ദാറ്റ് ദിസ് ഈസ് എ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ടോപ്പിക്ക് ഓർഡർ ചെയ്യാം. ദെൻ അറ്റ് ദ ഔട്ട്സൈഡ് ഐ ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ഓഫ് നെഗ്ലക്റ്റഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ടോപ്പിക്ക് ഓർഡർ ചെയ്യാം. ദെൻ ഇൻട്രൊഡ്യൂസിങ് ടു ന്യൂ പോയിൻറ്റ്. അതായത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്കൊരു ന്യൂ പോയിൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എങ്ങനെ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം. ദ നെക്സ്റ്റ് ഇഷ്യൂ ഐ പ്ലാൻ ടു ഫോക്കസ് ഓൺ ഈസ് ദ നീഡ് ടു റിസർച്ച് ദ ഇഷ്യൂസ് ഓഫ് ടീനേജേഴ്സ് ഇൻ ദ ഡിജിറ്റൽ ഏജ്. അതായത് അടുത്ത ഇഷ്യൂ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്
ഡിജിറ്റൽ ഏജിലുള്ള ടീനേജേഴ്സിൻ്റെ ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ന്യൂ പോയിൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ടേണിംഗ് ടു ദ അതർ ആസ്പെക്ട്സ് വി ക്യാൻ സീ ഹൗ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് നെഗറ്റീവ്സ് എഫക്ട്സ് ആസ് വെൽ. അതായത് വേറൊരു കോണിലൂടെ നോക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യൂ പോയിൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ദെൻ ആഡിങ്, എങ്ങനെ നമുക്ക്, അതായത് നമ്മുടെ പ്രസൻറ്റേഷനിൽ എങ്ങനെ നമുക്ക് ടോപ്പിക്കുകൾ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദ ന്യൂ പ്രൊജക്റ്റ് ഈസ് വെരി പ്രോമിസിങ്. ഇൻ അഡീഷൻ ഇറ്റ് ക്രിയേറ്റ്സ് ലോട്ട്സ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മളിങ്ങനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം പുതിയ പ്രൊജക്റ്റ് നല്ലതാണ്, പക്ഷേ ഇൻ അഡീഷൻ അതുകൂടാതെ ഇറ്റ് ക്രിയേറ്റ്സ് ലോട്ട്സ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഈ ഒരു ന്യൂ പ്രൊജക്റ്റ് നല്ലതാണ്, അതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ് ഇത് ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടെയാണ് എന്ന് പറയാം. അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ ഐ മൈറ്റ് ആഡ് ദാറ്റ് ദീസ് വർക്കേഴ്സ് ഹാവ് ടു സ്ലീപ്പ് ഓൺ ബെയർ ഫ്ലോർസ്. അതുപോലെ നമുക്കിങ്ങനെ പറയാം ഈ വർക്കേഴ്സ് ബെയർ ഫ്ലോർസിലാണ് സ്ലീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്ത്, അതായത് ഓർമ്മിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ടോപ്പിക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ നോട്ട് ഓൺലി ഡസ് ദ ഡിബാറ്റർ their analytical skills but also improve their communication skills. അതായത് ഡിബാറ്റ് എന്നുള്ളത് അനലിറ്റിക്കൽ സ്കിൽസ് മാത്രമല്ല ഇമ്പ്രൂവ് ചെയ്യുന്നത്, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പോയിൻ്റ് ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ ഗിവിങ് ആൻ എക്സാമ്പിൾ. പിന്നെ നമ്മൾ എങ്ങനെയാണ് എക്സാമ്പിൾസൊക്കെ ആ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എക്സാമ്പിൾസ് എങ്ങനെയാണ് നമ്മൾ പോർട്രേ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പറയാം, ടു ഇല്ലുസ്ട്രേറ്റ് ദിസ് പോയിൻറ്റ് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഗ്രാഫ്സ് ഓൺ ദ ബോർഡ് എന്ന് പറയാം. ടു ഇല്ലുസ്ട്രേറ്റ് ദിസ് പോയിൻറ്റ് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ഗ്രാഫ് ഓൺ ദ ബോർഡ്. അത് നമുക്കിതിനെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ബോർഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്രാഫ് നോക്കാൻ വേണ്ടിയിട്ട് പറയാം. അതുപോലെ ആസ് ആൻ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി സൈറ്റഡ് ദാറ്റ് ദ സെയിം ഇഷ്യൂ വാസ് റിസർച്ച്ഡ് ബൈ 3 ഓതേഴ്സ്. അതുപോലെ ഇങ്ങനെ നമുക്ക് തുടങ്ങാം. ആസ് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് പറയാം. എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി സൈറ്റഡ് ദാറ്റ് ദ സെയിം ഇഷ്യൂ വാസ് റിസർച്ച്ഡ് ബൈ 3 ഓതേഴ്സ്. ഈ ഒരു സെയിം ഇഷ്യൂ 3 ഓതേഴ്സ് അതിനെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം. ദെൻ ബാലൻസിങ് ഓൺ കോൺട്രാസ്റ്റിങ്, എങ്ങനെ നമുക്ക് ഡിഫറൻസസ് എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. On the one hand, the internet has many advantages, but on the other, it has a lot of disadvantages. അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ഇഷ്യൂ ആണ് നമ്മളുടെ ടോപ്പിക്കെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസസ്, അതായത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, പോരായ്മകളും നന്മകളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ പോരായ്മകളും നന്മകളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡിഫറൻസസ് പറയാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. ഓൺ ദ വൺ ഹാൻഡ്, അതായത് ഒരു സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് ഹാസ് മെനി അഡ്വാൻറ്റേജസ്, ഇൻ്റർനെറ്റിന് അഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് ഓൺ ദ അതർ, പക്ഷേ മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഡിസഡ്വാൻറ്റേജസ്, അതിന് പോരായ്മകളും ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിഫറൻസസ് പറയാൻ കഴിയും എന്നാണ് പറയുന്നത്. Although the college has good infrastructure, the academic quality is not up to the mark. അങ്ങനെയൊക്കെ നമുക്ക് ബാലൻസിങ് ഓർ കോൺട്രാസ്റ്റിങ് പറയാൻ കഴിയും. ദെൻ ജനറലൈസിങ്, അതായത് ജനറലൈസ് ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓൺ ദ ഓൾ ഇറ്റ് വാസ് എ ഫാൻറ്റാസ്റ്റിക് ട്രിപ്പ്. അതായത് ജനറലൈസ് ചെയ്തിട്ട് ഒരു ടോപ്പിക്ക് പറയുന്ന സമയത്ത് ഇങ്ങനെ ഓൺ ദ ഓൾ, അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ഫാൻറ്റാസ്റ്റിക് ട്രിപ്പ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. അതൊരു ജനറലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതുപോലെ ജനറലി സ്പീക്കിംഗ് ദ സെമിനാർ വാസ് വെൽ ഓർഗനൈസ്ഡ്. അതായത് മൊത്തത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഈ സെമിനാർ എന്ന് പറയുന്നത് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു എന്നുള്ളത് പറയാൻ പറ്റും. അതുപോലെ ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ്. ഓൾ ഇൻ ഓൾ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് പറയാൻ കഴിയും എന്നാണ് പറയുന്നത്. ദെൻ സ്റ്റേറ്റിംഗ് പ്രിഫറൻസസ്, ഇതിൻ്റെ മുന്നേ നമ്മൾ പ്രിഫറൻസ് എങ്ങനെയാണ് പറയുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ. അപ്പോൾ പ്രിഫറൻസ് എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു ടോപ്പിക്ക് പറയുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പ്രിഫറൻസ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഐ പ്രിഫർ ടോക്കിംഗ് ഓവർ ഫോൺ ടു ടെക്സ്റ്റിംഗ് ഓൺ വീക്കെൻഡ്സ്. ഓക്കെ,
ഞാൻ പ്രിഫർ ചെയ്യുന്നത് വീക്കെൻഡ്സിൽ ഫോണിൽ സംസാരിക്കുന്നതിനേക്കാൾ ടെക്സ്റ്റിംഗ് ആണ് എന്നുള്ളത് ഒരു പ്രിഫറൻസ് ആണ്. അപ്പോൾ ഐ പ്രിഫർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഐ വുഡ് റാദർ യു റീഡ് സം സ്റ്റോറീസ് ദാൻ ബ്രൗസ് ദ ഇൻ്റർനെറ്റ് ഓൾ ദ ടൈം. അതുപോലെ ഐ വുഡ് റാദർ എന്നുള്ളതൊക്കെ നമ്മൾ പ്രിഫറൻസ് പറയാനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രിഫറൻസ് പറയാൻ വേണ്ടിയിട്ട് ഐ വുഡ് റാദർ യു റീഡ് സം സ്റ്റോറീസ് ദാൻ ബ്രൗസ് ദ ഇൻ്റർനെറ്റ് ഓൾ ദ ടൈം അങ്ങനെയൊക്കെ നമുക്ക് പ്രിഫറൻസ് യൂസ് ചെയ്യാൻ കഴിയും. ദെൻ കൺക്ലൂഡിങ്, എങ്ങനെ നമുക്കൊരു ടോപ്പിക് കൺക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലെറ്റ് മീ കൺക്ലൂഡ് ബൈ സെയിങ് യുവർ സപ്പോർട്ട് ഹാസ് ബീൻ സിംപ്ലി അമേസിങ്. അതായത് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര അമേസിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതുപോലെ ഐ വുഡ് ലൈക്ക് ടു സം അപ്പ് ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് ഐ ഡോണ്ട് അഗ്രി വിത്ത് ദ സെക്കൻഡ് വ്യൂ. അതായത് ഞാൻ ആ ഒരു സെക്കൻഡ് വ്യൂവിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ സമ്മപ്പ് ചെയ്യാണ്. പക്ഷേ എനിക്ക് ആ ഒരു സെക്കൻഡ് വ്യൂവിനോട് യോജിപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ടാബിൾ നിങ്ങൾ ലേൺ ചെയ്യണം. ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആവാൻ സാധ്യതയുണ്ട്. ഇതിലുള്ള യൂസ്ഫുൾ എക്സ്പ്രഷൻസൊക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ടോപ്പിക്ക് ബിഗിൻ ചെയ്യാം, അതുപോലെ എങ്ങനെയാണ് ഒരു ടോപ്പിക്കിൽ ന്യൂ ടോപ്പിക്ക് ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ദെൻ പോസ്റ്റ് ലേണിംഗ് ടാസ്ക്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോസ്റ്റ് ലേണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻസ് യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് സിഗ്നൽ ലാംഗ്വേജ് റെപ്രസെൻറ്റേഷൻസ് ആർ ഗിവൺ ബിലോ മാച്ച്ഡ് ഐറ്റംസ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതായത് 2 കോളം കൊടുത്തിട്ട് അതിൽ കുറച്ച് എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനോട് മാച്ച് ചെയ്യുന്നത് അപ്പുറത്തെ കോളത്തിലും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. There are 3 important points I like to focus on എന്നുള്ളത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. There are 3 important points I like to focus on എന്നുള്ളതിന് യോജിക്കുന്നത് അപ്പുറത്തെ കോളത്തിലുള്ളത് മാച്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ബിഗിനിങ് ആണ്. There are 3 important points I like to focus on. അതായത് നമ്മളൊരു ടോപ്പിക്ക് ബിഗിൻ ചെയ്യുമ്പോഴാണ് അത് പറയുന്നത്. അതായത് എനിക്ക് 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട് എനിക്ക് പറയാനെന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് ബിഗിൻ ചെയ്യുമ്പോഴാണ് അത് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫസ്റ്റ്ലി ഐ ഡീൽ വിത്ത് ദ ക്വസ്റ്റ്യൻ ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതിൽ തന്നെ ഞാൻ സംസാരിക്കുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് എന്നുള്ളത്. ഓർഡറിങ് ആണ്. അതായത് അത് ഓർഡർ ചെയ്തിട്ട് പറയുന്നതാണ് ഫസ്റ്റ്ലി ഐ ഡീൽ വിത്ത് ദ ക്വസ്റ്റ്യൻ ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ദെൻ തേർഡ് വൺ ദ മീറ്റിംഗ് വാസ് ഇൽ ഓർഗനൈസ്ഡ് ആൻഡ് നോയ്സി. അത് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്. ദ മീറ്റിംഗ് വാസ് ഇൽ ഓർഗനൈസ്ഡ് ആൻഡ് നോയ്സി എന്നുള്ളത് ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ ബാഡ് ഹാബിറ്റ്സ് ഹി ഹാസ് ഐ ലവ് ഹിം മച്ച് എന്നുള്ളത് ബാലൻസിങ് ഓർ കോൺട്രാസ്റ്റിംഗ് ആണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ ബാഡ് ഹാബിറ്റ്സ് ഹി ഹാസ്, അദ്ദേഹത്തിന് ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിലും ഐ ലവ് ഹിം മച്ച് അതൊരു ബാലൻസിങ് ഓർ കോൺട്രാസ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ദെൻ ഇൻ സമ്മറി ദ സെഷൻ വാസ് വെരി ഇൻ്ററാക്റ്റീവ്. അത് കൺക്ലൂഡിങ് ആണ്. അതായത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഇൻ സമ്മറി ദ സെഷൻ വാസ് വെരി അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. കൺക്ലൂഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻ അഡീഷൻ ടു ബീങ് ലേസി ഷി വാസ് എ സ്പെൻഡ്രിഫ്റ്റ്. ആഡിങ് പോയിൻറ്റ്സ് ആണ്. ഇൻ അഡീഷൻ ടു ബീങ് ലേസി ഷി വാസ് എ സ്പെൻഡ്രിഫ്റ്റ് എന്നുള്ളത് ഒരു പോയിൻ്റ് ആഡ് ചെയ്തതാണ്. അതായത് നമ്മളൊരു ടോപ്പിക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് ഇൻ അഡീഷൻ, അതായത് ഒരു ലേഡിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഇൻ അഡീഷൻ ടു ബീങ് ലേസി ഷി വാസ് എ സ്പെൻഡ്രിഫ്റ്റ്, അതായത് അവളൊരു ലേസി ആണെങ്കിലും അവളൊരു സ്പെൻഡ്രിഫ്റ്റ് ആണ് എന്ന് പറയുന്നതാണ്. അതായത് ഒരു ടോപ്പിക്ക് പുതിയൊരു പോയിൻ്റ് അതിലേക്ക് ആഡ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ കൺക്ലൂഡ് ഹിയർ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, പ്ലീസ് സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ, ലൈക്ക്. താങ്ക് യു.